നമസ്കാരം. നിങ്ങൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല സത്യം. ഡൽഹിയിലെ തെരുവുകളിൽ ഇപ്പോൾ നടക്കുന്നത് സാധാരണക്കാരുടെ അവകാശ പോരാട്ടം മാത്രമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ക്രമസമാധാനത്തെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടുള്ള അതിഭീകരമായ ഒരു ഗൂഢാലോചനയാണ്. ജന്തർ മന്ദറിലെ സമരപന്തലുകളിൽ പകൽ സമയങ്ങളിൽ നിഷ്കളങ്കരുടെ മുഖം മൂടിയണിഞ്ഞ് കവിതകളും മുദ്രാവാക്യങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന സമരക്കാർ രാത്രിയാകുന്നതോടെ ചോര കുടിക്കാൻ വെമ്പുന്ന അക്രമാസക്തരായ കലാപകാരികളായി മാറുന്നതിൻ്റെ ഞെട്ടിക്കുന്ന നേർക്കാഴ്ചകളാണ് ഡൽഹി പോലീസ് ഇപ്പോൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഡൽഹി നഗരത്തെ കാത്തുസൂക്ഷിക്കാൻ രാപ്പകലില്ലാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഡൽഹി പോലീസുകാർ അനുഭവിക്കുന്ന ആത്മാവ് തൊട്ടറിയുന്ന ആ യാതനകളും കണ്ണീരും കേട്ടാൽ ഏതൊരു രാജ്യസ്നേഹിയും ഒന്നാകെ വിറച്ചുപോകും. പകൽ സമയത്ത് തികച്ചും ശാന്തമായി കാണപ്പെടുന്ന ജന്തർ മന്ദർ വേദി വൈകുന്നേരമാകുമ്പോൾ പൂർണ്ണമായും ഒരു ചോരക്കളമായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ സുരക്ഷാ സേന അനുദിനം നേരിടുന്നത്. ജനക്കൂട്ടം പെരുകുന്നതോടെ ഇവർ പോലീസിനെ ലക്ഷ്യമാക്കി മൂർച്ചയുള്ള കല്ലുകളും ചില്ലുകുപ്പികളും പെട്രോൾ ബോംബുകൾക്ക് സമാനമായ സ്ഫോടക വസ്തുക്കളും വലിച്ചെറിയാൻ തുടങ്ങുന്നു. നഗരമധ്യത്തിൽ ഭീതിയുടെയും അരാജകത്വത്തിന്റെയും നിഴൽ വീഴ്ത്തി ക്രമസമാധാന നില തകർച്ചയുടെ അറ്റത്തെത്തിക്കാനാണ് ഈ അക്രമികൾ ശ്രമിക്കുന്നത്. പോലീസുകാർ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ മുഴുവൻ ജനക്കൂട്ടവും അക്രമകാരികളായി മാറി പോലീസിന് നേരെ നഖം നീട്ടി ചാടി വീഴുന്ന ഭീകരമായ അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ അക്രമകാരികൾ അറിയുന്നുണ്ടോ, നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാർക്കും കുടുംബമുണ്ട്. അവരെയും കാത്ത് വീടുകളിൽ പിഞ്ചു കുഞ്ഞുങ്ങളും പ്രായമായ മാതാപിതാക്കളും കണ്ണീരോടെ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കല്ലേറിലും അക്രമങ്ങളിലും 2 ACPമാർ ഉൾപ്പെടെയുള്ള 6 ധീരരായ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ചോരയൊലിച്ച് ആശുപത്രി കിടക്കകളിൽ കഴിയുമ്പോഴും ഡൽഹി പോലീസിന്റെ മനസ്സിൽ സ്വന്തം ജീവനേക്കാൾ വലുത് രാജ്യത്തിന്റെ സമാധാനവും ജനങ്ങളുടെ സുരക്ഷയുമാണ്. എന്നിട്ടും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാതിരിക്കാനും നിരപരാധികളായ മറ്റു പൗരന്മാർക്ക് അപായം സംഭവിക്കാതിരിക്കാനും ഡൽഹി പോലീസ് കാണിക്കുന്ന സംയമനം വാക്കുകൾക്കതീതമാണ്. അക്രമികൾ തങ്ങളെ ക്രൂരമായി വേട്ടയാടുമ്പോഴും തികഞ്ഞ പ്രൊഫഷണലിസത്തോടെയും തികഞ്ഞ ക്ഷമയോടെയും ജനക്കൂട്ടത്തെ നേരിടാൻ അവർ നിർബന്ധിതരാകുന്നു. ശക്തമായി തിരിച്ചടിക്കുന്നതിനു പകരം അക്രമികളുടെ മുന്നിൽ നിന്ന് സ്വന്തം ജീവൻ സംരക്ഷിച്ചുകൊണ്ട് സാഹചര്യം ശാന്തമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ കാവൽക്കാർ. സർക്കാരിന്റെ കർശന നടപടികൾക്കുള്ള ഉത്തരവുകൾ വരാത്തതിനാലും സുരക്ഷ മുൻനിർത്തിയും വിദ്യാർത്ഥികളെന്ന വ്യാജേനയെത്തിയ സമരക്കാരുമായി ചർച്ചയിലൂടെയും സംഭാഷണങ്ങളിലൂടെയും പ്രശ്നം പരിഹരിക്കാനാണ് പോലീസ് ഇപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ പോലീസിന്റെ ഈ ജീവകാരുണ്യത്തെയും അനുകമ്പയെയും തങ്ങളുടെ ദൗർബല്യമായി കണ്ട് കൂടുതൽ ആൾബലത്തോടെ പോലീസിനെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഈ കലാപകാരികൾ ചെയ്യുന്നത്. നഗരത്തിൽ പൂർണ്ണമായും ക്രമസമാധാനം തകർക്കാനും ഭരണകൂടത്തെ നിശ്ചലമാക്കാനും ലക്ഷ്യമിട്ട് നടക്കുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ വിദേശ ഫണ്ടുകളും അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനകളുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് തെളിവുകൾ സഹിതം പോലീസ് കൃത്യമായി വ്യക്തമാക്കുന്നു. സാധാരണ വിദ്യാർത്ഥി സമൂഹം എന്ന ലേബലിൽ സമരത്തിനെത്തുന്ന പലരും യഥാർത്ഥത്തിൽ പഠനവുമായി ഒരു ബന്ധവുമില്ലാത്ത ക്രമസമാധാനം തകർക്കാൻ പരിശീലനം തേടി ഇറങ്ങിത്തിരിച്ച വ്യാജന്മാരാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഷഹീൻ ബാഗിൽ കലാപത്തിന് ശ്രമിച്ചവരും മുൻകാലങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമാസക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി അന്തരീക്ഷം മലിനമാക്കിയവരുമായ ചില കുപ്രസിദ്ധ മുഖങ്ങൾ ഇപ്പോൾ ജന്തർ മന്ദറിലും സജീവമായി രംഗത്തുണ്ട്. ഈ സമരക്കാരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കിയാൽ ഞെട്ടിക്കുന്ന വിഭവശേഖരണവും ആസൂത്രണവുമാണ് കാണാൻ സാധിക്കുന്നത്. സമരക്കാർക്കായി രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി വൻതോതിൽ ഭക്ഷണപ്പൊതികളും പണവും ആധുനിക ഉപകരണങ്ങളും ഒഴുകിയെത്തുന്നു. ഇതിനെല്ലാം പിന്നിലുള്ള വിദേശ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ഹവാല ഇടപാടുകളെക്കുറിച്ചും രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇതിനോടകം തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചു കഴിഞ്ഞു. തെരുവുകളിൽ അക്രമം അഴിച്ചുവിടുമ്പോഴും തങ്ങൾക്കെതിരെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലെന്ന അഹങ്കാരത്തിലും സാമ്പത്തിക ബലത്തിലുമാണ് ഇവർ ഓരോ ദിവസവും തലസ്ഥാനത്തെ നഗരവീഥികൾ കൈയടക്കുന്നത്. ഈ ഗുരുതരമായ സംഘർഷാവസ്ഥയ്ക്കിടയിലും നഗരവാസികളുടെ സുരക്ഷ മുൻനിർത്തി ഡൽഹി നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജനക്കൂട്ടത്തിന്റെ അക്രമം അണപൊട്ടിയൊഴുകുന്നത് തടയുന്നതിന്റെയും നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അക്രമം പടരാതിരിക്കുന്നതിന്റെയും ഭാഗമായി ലോക് കല്യാൺ മാർഗ്, രാജീവ് ചൗക്ക്, പട്ടേൽ ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് തുടങ്ങി അതീവ പ്രാധാന്യമുള്ള 16 പ്രധാന മെട്രോ സ്റ്റേഷനുകൾ രാവിലെ മുതൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്.
പൊതുജനങ്ങൾക്ക് ഇത് കടുത്ത യാത്രാ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും രാജ്യസുരക്ഷ മുൻനിർത്തി നഗരവാസികളും ഈ നടപടികളോട് സഹകരിക്കുന്നുണ്ട്. നഗരത്തിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ആയിരക്കണക്കിന് അർദ്ധസൈനിക വിഭാഗങ്ങളെയും ഡൽഹി പോലീസ് വീഥികളിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ഗുരുതരമായ അതിക്രമങ്ങളും ജീവഹാനിക്കിടയാക്കുന്ന ആക്രമണങ്ങളും നടന്നിട്ടും മുഖ്യധാരാ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പോലീസിനെയും സർക്കാരിനെയും മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്ന വലിയൊരു മാധ്യമ ഗൂഢാലോചനയും ഇതിന്റെ പിന്നിൽ വളരെ ആസൂത്രിതമായി നടക്കുന്നുണ്ട്. സമരത്തിന്റെ പേരിൽ വൻതോതിലുള്ള വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടാനും പോലീസിനെ ക്രൂരന്മാരായി ചിത്രീകരിക്കാനും വ്ലോഗർമാരെയും ഡിജിറ്റൽ ഇൻഫ്ലുവൻസർമാരെയും യൂട്യൂബർമാരെയും വൻ തുക നൽകി വിലക്കെടുത്തിരിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സമരത്തിന് അനുകൂലമായി വ്യാജ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു റീലോ വീഡിയോയോ ചെയ്താൽ 65,000 രൂപ വരെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള PR ഏജൻസികളുടെ ഇമെയിൽ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ചില സത്യസന്ധരായ വ്ലോഗർമാർ തന്നെ പരസ്യമായി പുറത്തുവിട്ടിരുന്നു. നൂറുകണക്കിന് യൂട്യൂബർമാരും വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഒറ്റക്കെട്ടായി ഈ രാജ്യവിരുദ്ധ അജണ്ടയുടെ ഭാഗമായി രാത്രിയും പകലുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ തെരുവിൽ അക്രമവും കലാപവും നടത്തുന്ന രാജ്യദ്രോഹികളെ വെള്ളപൂശാനും ക്രമസമാധാനം സംരക്ഷിക്കുന്ന ഡൽഹി പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും സൽപ്പേര് തകർക്കാനുമാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങളിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ദുരൂഹ നീക്കങ്ങളെല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞ ഡൽഹി പോലീസ് ആക്രമികൾക്കും അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവർക്കുമെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി നഗരത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഏത് വലിയ ശക്തിയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് നമ്മുടെ സുരക്ഷാ സേന മുന്നോട്ടു പോകുന്നത്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയും സാധാരണക്കാരായ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കുന്നതിനു വേണ്ടിയും രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഡൽഹി പോലീസിനെതിരെ നടക്കുന്ന ഈ ആസൂത്രിത നീക്കങ്ങളെയും ഗൂഢാലോചനകളെയും രാജ്യത്തെ ഓരോ ജനങ്ങളും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങളുടെ സമാധാന ജീവിതത്തിനായി സ്വന്തം സുഖസൗകര്യങ്ങളും കുടുംബവും മറന്ന് കഠിനാധ്വാനം ചെയ്യുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ത്യാഗപൂർണമായ സേവനം എക്കാലവും ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും സ്മരിക്കപ്പെടേണ്ടതാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും സമാധാനവും പരമാധികാരവും സംരക്ഷിക്കാൻ ഡൽഹി പോലീസ് നടത്തുന്ന ഈ സമാനതകളില്ലാത്ത ധീരമായ പോരാട്ടത്തിന് എല്ലാ പൗരന്മാരുടെയും പൂർണ്ണമായ പിന്തുണയും ഐക്യദാർഢ്യവും ഉണ്ടാകേണ്ടത് അത്യന്തം അടിയന്തരമായ ഒരു ആവശ്യമാണ്. ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയും വ്യാജ വാർത്തകളെയും ഓരോ പൗരനും അതീവ ജാഗ്രതയോടെ കരുതിയിരിക്കേണ്ടതുണ്ട്. ഡൽഹിയിലെ ക്രമസമാധാനം തകർക്കാൻ അണിയറയിൽ പ്രവർത്തിക്കുന്ന അദൃശ്യകരങ്ങളെയും അവരുടെ പണസ്രോതസ്സുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഡൽഹി പോലീസ് നടത്തുന്ന കഠിനമായ പ്രയത്നം രാജ്യസ്നേഹികളായ ഓരോരുത്തരും മനസ്സറിഞ്ഞ് അഭിനന്ദിക്കേണ്ടതാണ്. തെറ്റായ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും വിശ്വസിച്ച് നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയായി ഈ ശക്തമായ പോലീസ് നടപടികൾ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന അക്രമികളായ ആരെയും ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ സുരക്ഷാ സേന നൽകുന്നത്. രാജ്യത്തിന്റെ ജീവനാഡിയായ തലസ്ഥാന നഗരിയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു വിധ്വംസക ശക്തിയുടെയും ഭീകര മുഖംമൂടി അഴിച്ചുമാറ്റാൻ നമ്മുടെ സുരക്ഷാ സേന പൂർണ്ണമായും സജ്ജമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.